ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുപ്പതിയിലാണ്. തിരുപ്പതി നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അടുത്താണ്. നമ്മൾ ബാലാജി ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ടോൾ ഗേറ്റ് കടന്നിട്ട് ആ മുകളിൽ കാണുന്ന നമ്മുടെ മലയുണ്ടല്ലോ, അതിന് മുകളിലെത്തണം. അവിടെയാണ് നമ്മുടെ ടെമ്പിൾ ഉള്ളത്. നമ്മളങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് സപ്തഗിരി ചെക്ക് പോയിന്റ്. മലകൾ കണ്ട കുറേ. മലേൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു അമ്പലം കാണാൻ പറ്റുക. ആ ഗ്യാപ്പിൽ കാണാൻ പറ്റും. കയറി അങ്ങോട്ട് പോകണം കേട്ടോ. ഗ്യാസ് കുറ്റിയും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് എന്താ അവസ്ഥ അറിയില്ല. ഞാൻ അലോ ചെയ്യോ ഒന്നും അറിയില്ല. ഗ്യാസ് സിലിണ്ടർ അലവിടെ അല്ല കേട്ടോ. ഗ്യാസ് സിലിണ്ടർ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചു. എന്നിട്ട് നമ്മൾ പോവാട്ടോ. ബാക്കി വണ്ടിയൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തു, വേറെ പ്രശ്നമൊന്നുമില്ല. സിലിണ്ടർ അലവിടെ അങ്ങനെ നമ്മൾ പേയ്മെന്റ് എല്ലാം കൊടുത്ത് പോവാട്ടോ. ഇത് ഫുള്ള് ഹെയർ പിൻസ് ആണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഈ കാടിന്റെ പേരാണ് കേട്ടോ കപിലവനം. നമ്മൾ വരുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾ ഉണ്ട്, അത് കപില വാട്ടർഫാൾ ആട്ടോ. വാട്ടർഫാൾ ഇപ്പൊ വലിയ വെള്ളമൊന്നുമില്ല. കരടി ഉണ്ടാകുന്നെല്ലാം ബോർഡ് കാണുന്നുണ്ട്. കരടീൻ്റെ എല്ലാം ഒരു ഇതെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ബസ് ഉണ്ട്, കുറേ സർവീസ് ഉണ്ട്. ബസ് സർവീസ് ഇഷ്ടം പോലെ ഉണ്ട്. 90, 80 അങ്ങനെ എത്രയാണ് റേറ്റ് വരുന്നത് ഒരാൾക്കട്ടാ. അങ്ങനെ നമ്മൾ തിരുപ്പതി മുകളിലെത്തി കേട്ടോ. മുകളിലെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് കുറ്റി പോയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന്. ഞാൻ ബിസ്ക്കറ്റ് കാര്യമെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത്യാവശ്യം പരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ചായ പിടിക്കാൻ ഇറങ്ങിയതാ. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. എനിക്കൊരു കാര്യം മറ്റേ മൈസൂർ ടൗണൊക്കെ പോലെ വന്ന് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയെല്ലാം ഉണ്ട് കേട്ടോ. പൊറോട്ട ചെറിയ പൊറോട്ടയാണ്, നമ്മുടെ നാട്ടിലെ പൊറോട്ട അല്ല. ഞാനൊരു റൈസ് പറഞ്ഞു, അതൊന്നും കഴിച്ചില്ല. എന്നെ കൂടി ക്ഷീണമായി പോകും, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു. ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. പനി പിടിച്ചോണ്ട് ഞാൻ രാത്രി അടി നടക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. മെല്ലെ വണ്ടി കയറി ഇരിക്കുക. ജസ്റ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നേ. തൊട്ട് താഴെ തന്നെ. കാര്യം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നല്ല തണുപ്പ് അറിയാനുണ്ട് കേട്ടോ. കുളിര് വരുന്നു, കുളിര്. ബാക്കി എല്ലാവരും സെറ്ററിലിട്ടിട്ടാണ് നടക്കുന്നത്, എന്നാലും നല്ല തണുപ്പുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് പോകുമായിരിക്കും. എന്നാലും പോയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാം. ബാക്കി നമുക്ക് നാളെ കാണാം. 2 ദിവസം ഇവിടെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഏരിയ കേട്ടോ. ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതിൽ കുഴപ്പമില്ല. ഗ്യാസ് കുറ്റിയൊക്കെ അവിടെ ആയതുകൊണ്ട്. രാവിലെ ആയിട്ടാ നല്ല തണുപ്പാണ്. ഫുള്ള് ഗ്ലാസ്സെല്ലാം ഫുള്ള് മഞ്ഞുവിട്ടല്ലേ. എനിക്കാണെങ്കിൽ സൗണ്ടെല്ലാം പോയി നല്ലോണം മരിച്ചു രാത്രി. ഒന്നും പറയണ്ട. ഒന്ന് കുറച്ച് ഫ്രഷായി ചായയെല്ലാം കുടിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ അമ്പലം കാണാൻ പോക്കിലാണ്. ഒരുപാട് പാർക്കിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ. എവിടെ വേണം വണ്ടി വെക്കാൻ പറ്റും. അവിടെ വണ്ടി വെച്ചിട്ട് ഞാനും ജസ്റ്റ് നടന്നിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളൂ. നമുക്ക് വണ്ടിയും കൊണ്ട് പോകാം. VIP പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് വണ്ടി കൊണ്ട് പോകാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും നടന്നിറങ്ങാനുള്ള സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തും. പോകുന്ന വഴിക്കാണെങ്കിൽ സൈഡിൽ ഇഷ്ടംപോലെ ചന്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അതുപോലെ ഫുഡ് സ്പോട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വിഗ്രഹത്തിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ട് കേട്ടോ, ബാലാജി. കൊള്ളാം. ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ വന്നിട്ട്. ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെയാണ്. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. രാത്രി ഇങ്ങോട്ട് വരാൻ പറ്റിയൊരു കണ്ടീഷനിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം. അമ്പലത്തിൻ്റെ ഒരു വ്യൂ ഇട്ട് നോക്കട്ടെ ഇവിടുന്നെങ്കിലും. പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഇതുപോലെ രുദ്രാക്ഷൊക്കെ വിൽക്കുന്ന കുറേ ആൾക്കാരെ കാണാം കേട്ടോ. ഇത് അതിൻ്റെ മരത്തിൻ്റെ കൊമ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എനിക്കറിയില്ല ഒറിജിനൽ ആണോ എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതുകൊണ്ട് മാലയാക്കി തരും. അങ്ങനെയാണ് സംഭവം. ഞാനിത് ഈ സംഭവമൊക്കെ നമ്മുടെ ഇവിടെ പോയ സമയത്ത് ഉത്തരാഖണ്ഡിൽ നിന്ന് കേദാർനാഥൊക്കെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഈ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് ശരിക്കും ആ ഗോൾഡൻ ക്രൗഡ് കാര്യങ്ങളൊക്കെ വരുന്നത്.
ആ ഒരു ഗോൾഡൻ അവിടെയൊക്കെ വരുന്നതൊക്കെ അകത്താണ്, നമുക്കത് പുറത്തുനിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്കരണിനെ കുറിച്ചതാ, അതുപോലെ ഇവിടെയുണ്ട് ഒരു പുഷ്കരണി. അപ്പോൾ ഞാനും ഇതിൽ ഇറങ്ങി കുളിച്ച് എന്നിട്ടാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നത് കേട്ടോ. കാര്യം പനിയൊക്കെ പിടിച്ചെങ്കിലും വെള്ളം കണ്ടപ്പോൾ കുളിക്കാൻ തോന്നി, ഞാൻ നേരെ ഇറങ്ങി കുളിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ പോലീസുകാരൻ വീഡിയോഗ്രാഫി കൈയോടെ പിടിച്ച് അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആൾക്കാരെന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ വന്ന് തലയൊക്കെ മുണ്ടകം ചെയ്ത് അതിന് ശേഷം പുഷ്കരണിയിൽ പോയി കുളിച്ച് അതിന് ശേഷമാണ് അമ്പലത്തിലേക്കുള്ള എൻട്രി ഒക്കെ നോക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും വരേണ്ടതെന്ന് തോന്നുന്നു. ഞാനെന്തായാലും മുടിയൊന്നും കളഞ്ഞില്ല, എൻ്റെ മുടി കളയുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതൊരു ആഞ്ജനേയ ടെമ്പിൾ കേട്ടോ. ആ ഒരു ഗോൾഡൻ ഗോപുരം എന്താ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ, അല്ലാതെ അകത്ത് കയറി കാണണമെങ്കിൽ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്. ഒരുപാട് വെയിറ്റിംഗ് എന്ന് മീൻസ് 10-20 മണിക്കൂർ ക്യൂ നിൽക്കണം, എന്നാലും മാത്രം നമുക്ക് അകത്ത് കയറാൻ പറ്റും. അന്ന് ക്യൂ നിൽക്കാത്ത നന്നായി, കാരണം ഞാൻ ഉണ്ടായ ദിവസം അന്ന് വൈകുന്നേരത്തെ ക്യൂവിലാണ് 6 പേര് മരിച്ചത്. ഒരുപാട് വീഡിയോ പിടിച്ചായിരുന്നു, എല്ലാവരും ഡിലീറ്റ് ആക്കി കേട്ടോ. എന്ത് ചെയ്യാനാണ്, സാറല്ല ഇത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ വരുമ്പോൾ ഉണ്ടായ പോലെയല്ല, നല്ല ആൾ കൂടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ആളുണ്ട്. എന്തായാലും നമ്മളിത് വിടുകേട്ടാ. കുറേ കാഴ്ചകൾ ഞാൻ കഷ്ടപ്പെട്ടെടുത്തിട്ട് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. സാറില്ല, എന്തായാലും നേരിട്ട് വന്ന് കണ്ടോ. അകത്ത് കയറാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല ഇപ്പോൾ, അതുകൊണ്ട് എന്തായാലും പോയേക്കാം. ഇല്ലേ കുറച്ച് പോലീസുകാർക്ക് കിമ്പിളാൻ കൊടുക്കേണ്ടി വരും, അതിനൊന്നും സമയമില്ല. ഈ മല കണ്ടപ്പോൾ ഇത്ര ഒരു ഹൈടെക് സെറ്റപ്പ് മുകളിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, പക്ഷേ ഇതൊരു പൊളിയാ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നിൽക്കാനുള്ള റൂംസ് ആട്ടോ ഫുള്ള് എത്രയുണ്ട് വെച്ചാൽ എത്രയുണ്ട് കണക്കൊന്നുമില്ല, എത്തുപോലെ റൂംസ് ഉണ്ട് അവൈലബിള്. എവിടെ വേണോ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. അതിന് ബുക്കിങ് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണാം ബുക്കിങ് ചെയ്തവർക്ക് കീ ഒക്കെ കൊടുക്കുന്ന കുറച്ച് കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ എല്ലാം വണ്ടി തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. മൂക്കടഞ്ഞിട്ട് ശ്വാസം നൽകാൻ പറ്റുന്നില്ല. നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി. ഡ്രസ്സെല്ലാം മാറ്റണം കേട്ടോ, കുളിച്ചിട്ട് തന്നെ ഇട്ടത്, നനഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ തിരുപ്പതിയിൽ നമ്മളിതാ ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങും കേട്ടോ. തിരിച്ച് ചുരമിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്, താഴെന്ന് പോലെ ഇങ്ങോട്ട് നടന്നിട്ട് അമ്പലത്തിലേക്ക് വരുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവര് കുറെ കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഈ റോഡെല്ലാം, കാരണം പോകാൻ ഒരു മലയിലേക്ക് കൂടെ റോഡ്, തിരിച്ചിറങ്ങുന്ന വേറൊരു മലയിലേക്ക് കൂടി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് റോഡെല്ലാം ആക്കാൻ വേണ്ടി. ഇത് നമ്മളെ ഉത്തരാഖണ്ഡിലെല്ലാം കണ്ട പോലെ ഫുള്ള് പാറ കേട്ടോ, പാറയിടുക്കുകളിലെ കൂടി യാത്ര. ഇതെല്ലാം നടന്നിട്ട് പോകുന്നവരാ, അവര് ചെരുപ്പൊന്നും ഇടാണ്ട് നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെല്ലാം പോകണല്ലേ, വിശ്വാസം ഇല്ലവര്, നമ്മള് വിശ്വാസിയൊന്നല്ല, എന്നാലും വിശ്വാസം ഇല്ലവർ ഇങ്ങനെല്ലാം പോകണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പോ ശബരിമലക്ക് 41 ദിവസം വ്രതം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച വ്രതം പോലെ എടുക്കാണ്ട് പോകുന്ന എത്രയോ ടീമുണ്ട്. അതെല്ലാം വേറെ ഒരുമാതിരി മറ്റേ പരിപാടിയാണ്. പോകണ്ടെങ്കിലും വയ്യാതെ പോകണം, അല്ലെങ്കിൽ ആ പരിപാടിക്ക് കാണാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നടന്നിട്ട്. ഞാൻ വിചാരിച്ച കുറച്ചേ ഉള്ളൂ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നടന്നു പോയത് എനിക്ക് കേദാർനാഥ്, അതൊരു അനുഭവമായിരുന്നു. അതുപോലുള്ള ട്രക്കിംഗ് എല്ലാം കിട്ടണം, അത് കിടലായിരുന്നു. നമ്മള് തിരിച്ച് താഴെ എത്തിട്ടാ, തിരുപ്പതി എത്തി. പിന്നെ നമ്മള് മിനിഞ്ഞാന്ന് കയറിപ്പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ല, അതിൻ്റെ അടുത്താണ് ഉള്ളത്. നമ്മൾ തിരിച്ചെത്തിയത് ഇവിടെ എത്തിയത് വേറെ റൂട്ടിലാണ്. അപ്പോൾ ഗ്യാസ് ഊറ്റി ഇവിടെ എത്തി, ഞാൻ ആ കാര്യം മറന്നു. ഗ്യാസ് ഊറ്റി എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ടേ ഉള്ളത്. ഇതാണ് മറ്റേ ചെക്ക് പോസ്റ്റ് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ ഇവിടെയാണ് ഗ്യാസ് ഊറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് കയ്യിലുണ്ട്, അതുകൊണ്ട് പോയിട്ട് കളക്ട് ചെയ്യണം. വരുന്ന വഴിക്ക് കുറച്ച് മൃഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടിൽ, പക്ഷേ കുറച്ച് പോലീസുകാർക്ക് ലിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവരുണ്ടാകുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഫോണെല്ലാം യൂസ് ചെയ്യുന്നൊരു മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യില്ല കേട്ടോ. എന്തായാലും ഈ മല അടിപൊളി കേട്ടോ, എൻ്റെ ചെവിയെല്ലാം അടഞ്ഞ് താഴെത്തുമ്പോഴത്തേക്ക് കിട്ടി. ഇനി അടുത്തത് എങ്ങോട്ട് പോകണമെന്നില്ല ഇങ്ങനെ ആലോചിക്കാണ്. നമുക്ക് 2-3 ലൊക്കേഷൻസ് ഉണ്ട് മൈൻഡിൽ. ഇതിപ്പോൾ എങ്ങോട്ട് എന്നുള്ള ഇങ്ങനെ തീരുമാനം എടുക്കണം. എന്താ ചെയ്യാൻ
ഞാൻ ഓക്കെ റോട്ടുമ്പിൽ അരച്ച പശുവാ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്ലി ഹിൽസ് എന്ന് പറഞ്ഞൊരു ഹിൽസ് ആട്ടോ. ഇത് ഇവിടുന്ന് ഒരു 3 മണിക്കൂറുണ്ട്, 120 കിലോമീറ്ററോളം ഉണ്ട് ഡിസ്റ്റൻസ്. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. വേറെ ഒന്നും ഇവിടെ അടുത്തൊന്നും കാണാനൊന്നും ഇല്ല. പിന്നെ ആകെ ഒരു ഫോർട്ടാണ്. ഫോർട്ട് തീരെ പോരാ, നമുക്ക് കാണാനൊന്നുമില്ല, എല്ലാം പോയിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ നേരെ ഹോസ്ലി ഹിൽസ് പിടിക്കുകയാണ്. ഹിൽ സ്റ്റേഷനാണ്. അത്യാവശ്യം വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഗൂഗിൾ നോക്കിയാൽ അത്യാവശ്യം വ്യൂ പോയിന്റെല്ലാം കണ്ട്. എന്തായാലും നോക്കാം, പോയി നോക്കാം, പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഒന്നും അറിയില്ല, വണ്ടി മുകളിൽ വരെ പോവോ ഒന്നും അറിയില്ല. പോകുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഞാനല്ലേ പോയി നോക്കാം. ഏതോ ഒരു കാട്ടിലേക്ക് കയറി കേട്ടോ. കാട്ടിലെ കൂടിയാണ് പോകുന്നത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കണ്ടു. അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവുമായിരിക്കും ഇതേപോലെ. ഇവിടുത്തെ ഡ്രൈവിങ് തീരെ പോരാട്ടാ. ബസ്സുകാരിൽ ഒരു ഞാൻ വൃത്തികെട്ട പോക്കാണ്. നമ്മളെ KSRTC എല്ലാം കുറെ മെച്ചാന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നോക്കുമ്പോൾ. ഒരു അന്തം കൊന്നും ഇല്ലാത്ത പോക്കായെല്ലാം, എല്ലാം കണക്കാം. ആനന്ദ്പൂർ തിരുപ്പതി ഹൈവേ ആട്ടാ. നല്ല റോഡാണ്, നല്ല അധികം തിരക്കൊന്നും ഇല്ലാത്ത അടിപൊളി റോഡ്. കാടാണ്, നൈസ് കേട്ടോ. നമ്മളെ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും പേടിയാകുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും ബ്രൈറ്റിലിട്ട് കാണിക്കും, സൈഡ് വരാനായിരിക്കും. ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ചെറിയ വണ്ടിക്കാർക്ക് കുറച്ച് പേടി ഉണ്ടാകുന്നു തോന്നുന്നു. നല്ലതാ, അങ്ങനെയല്ല സൈഡ് തരും. ചുരം തുടങ്ങിയ കേട്ടോ, ഫുള്ള് വളവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കുന്നുണ്ട് വളവ്. വണ്ടി തീരെ വലിയാത്ത പോലെ. എൻ്റെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയും വലിയുന്നില്ല കേട്ടോ. അതൊക്കെ ഒരുമാതിരി ഹിമാചലെല്ലാം പോയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നതല്ല തോന്നുന്നത്. അത്ര ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവോ അറിയില്ല. എന്നാലും കൊള്ളാം, നല്ല റോഡ്, അതുകൊണ്ട് രസമുണ്ട് ഓടിക്കാൻ. ഏതോ ഒരു ടൗൺ എത്തിട്ടാ. ടൗൺ എന്നെല്ലാം പറഞ്ഞ എൻ്റെ അമ്മീ പൊടി എന്നെല്ലാം പറഞ്ഞിട്ടല്ല, അമ്മാതിരി പൊടി. റോഡ് പറഞ്ഞ സാധനമൊന്നും ഇല്ല. ഈ നാട്ടുകാർക്കൊന്നും ഈ പൊടിയൊന്നും ഒരു വിഷയമില്ലെന്ന് തോന്നുന്നു. അവരെല്ലാം കൂളായിട്ട് നടക്കുന്നുണ്ട്. നമുക്കെല്ലാം ക്ലാസ് കയറ്റിയിട്ട് വരാൻ എനിക്കെന്തോ ആകുന്നു. അതാണ് അവസ്ഥ. ഇതിന്റെ പേര് പറയാന്ന് വെച്ചാല് ബോർഡ് ഫുള്ള് മറ്റേ ഇതിനകത്താ ഉള്ളത്. ആന്ധ്രയില് തെലുഗുല ഉള്ളത്. അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. എപ്പടി ചെസ്താരു നമുക്കിനി 37 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ഏതോ ഒരു ഗ്രാമപ്രദേശമാണ്, നല്ല റോഡ്, വെച്ചിളക്കുന്നുണ്ട്. ചായ പിടിക്കാൻ നിർത്തിയോട്ടോ. എവിടെയാണെന്നൊന്നും അറിയില്ല, എടോ വേണം. ഹൈദരാബാദ് 527 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഹോസ്ലി ഹിൽസ് എത്തിയട്ടാ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ പോകാൻ. ഇനി നേരെ ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഫുള്ള് ഹെയർ പിൻസാണ്. ഞാനെന്തായാലും ഇപ്പോൾ കയറുന്നില്ല, രാവിലെ കയറാം. അറിയില്ലല്ലോ നമുക്കങ്ങനെ മൃഗങ്ങളുണ്ടോ ഒന്നും അറിയില്ല അതിനെപ്പറ്റി. എന്തായാലും രാവിലെ പോവാം. ഇവിടെയാണ് ഇന്നത്തെ നമ്മൾ ഹാൾട്ട് കേട്ടോ. വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പിൽ ഇവിടെ ഉറക്കം. രാവിലെ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പോവാം ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹിൽ സ്റ്റേഷനിലെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കിടന്നുറങ്ങട്ടെ, ഇന്ന് നേരത്തെ കിടന്നുറങ്ങട്ടെ. ചെറിയ പനിയൊക്കെ ഉണ്ട്. പനി ഫുള്ളായിട്ട് പോയില്ല. ജലദോഷം കഫക്കെട്ട് നല്ലോണം ഉണ്ട്. ചെറിയൊരു ചൂടുണ്ട്, ചുമയുണ്ട് വല്ലാണ്ട്. എന്തായാലും നോക്കട്ടെ, നാളത്തേക്ക് പോകുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.